AI ക്യാമറ പിഴത്തുകയിൽ ഇടഞ്ഞ കെൽട്രോണും സർക്കാരും 25 ലക്ഷം നോട്ടീസ് അയച്ച ശേഷം തുടർന്ന് നോട്ടീസ് അയക്കുന്നത് പണം നൽകിയാൽ മാത്രമെന്ന് കെൽട്രോൺ. പണം ആവശ്യപ്പെട്ട കെൽട്രോൺ സർക്കാരിന് കത്തും നൽകി. അതേസമയം കരാറില്ലാത്ത കാര്യമായതിനാൽ പണം നൽകാനാകില്ലെന്നാണ് സർക്കാർ തിരിച്ചടിച്ചത്. കഴിഞ്ഞ ജൂൺ മാസം മുതലാണ് AI ക്യാമറ വഴിയുള്ള നിയമലംഘനത്തിന് കെൽട്രോൺ നോട്ടീസ് അയച്ചു തുടങ്ങിയത്. ഈ ആഴ്ച പിന്നിടുമ്പോൾ അയച്ച നോട്ടീസുകളുടെ എണ്ണം 25 ലക്ഷം കവിയും. തുടർന്നും പിഴത്തുക അടയ്ക്കണമെങ്കിൽ ഒരു നോട്ടീസിന് 20 രൂപ നിരക്കിൽ സർക്കാർ നൽകണമെന്നാണ് കെൽട്രോണിന്റെ ആവശ്യം. AI ക്യാമറ സ്ഥാപിച്ചാൽ പ്രതിവർഷം 25 ലക്ഷം നോട്ടീസ് അയക്കാമെന്ന റിപ്പോർട്ടാണ് കെൽട്രോൺ സർക്കാരിന് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കെൽട്രോണും ഗതാഗത കമ്മീഷനും തമ്മിലുള്ള ആദ്യ കരാർ ഒപ്പിട്ടത്. എന്നാൽ കരാറിൽ എത്ര നോട്ടീസെന്നോ ഇതിന്റെ ചെലവ് സംബന്ധിച്ചോ കൃത്യമായി പറയുന്നില്ല എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതിനാൽ തന്നെ കെൽട്രോണിന്റെ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനു മുമ്പും പലതവണ സർക്കാരിനെതിരെ കെൽട്രോൺ രംഗത്ത് വന്നിട്ടുണ്ട്. AI ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി 6 മാസം പിന്നിട്ടിട്ടും 1 രൂപ പോലും സർക്കാർ നൽകാത്തതിൽ പ്രതിഷേധിച്ച് എല്ലാ നിയമലംഘനങ്ങൾക്കും പിഴ ഈടാക്കുന്നത് കെൽട്രോൺ അവസാനിപ്പിക്കുകയും പ്രതിദിന നോട്ടീസുകളുടെ എണ്ണം 40,000 നിന്ന് 14,000 കുറയ്ക്കുകയും ചെയ്തു. ഇതിനു പുറമെ കൺട്രോൾ റൂമിലെ 44 ജീവനക്കാരെയും പിൻവലിച്ചാണ് സർക്കാരിനോടുള്ള വിയോജിപ്പ് കെൽട്രോൺ പുറത്തുകാട്ടിയത്. ജനം, തിരുവനന്തപുരം.